വ്യക്തമായ തെളിവുകളില്ലാതെ നമ്മുടെ ഒരു ഊഹത്തിൻ്റെയോ സാഹചര്യത്തിൻ്റെ തെളിവുകളുടെയോ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനത്തിലെത്തിച്ചേരുകയും എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ആക്ഷൻ ചിലപ്പോൾ നമ്മൾ അയാളോട് ചോദിക്കും, അയാൾ വിചാരണ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്താൽ ഒരു പക്ഷേ അത് വളരെ അബദ്ധമാകും, പമ്പിച്ച ഖേദത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന ഒരു കാര്യമുണ്ടായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമ്മൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോഴും ഊഹിക്കുമ്പോഴും അത് ശരി തന്നെയാണെന്ന് നമുക്ക് തോന്നാം. അപ്പോൾ നമുക്കെതിരെ എന്തെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു, അപ്പോൾ അത് ഇന്ന ആൾ ചെയ്തതാവും, ഇന്ന ആളായിരിക്കും അതിൻ്റെ പിന്നിൽ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഊഹിക്കാം. ഇപ്പോൾ നമുക്കെതിരെ ഒരു കേസ് വന്നു, അപ്പോൾ നമ്മുടെ ഇന്ന ശത്രു ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇന്നൊരു ബുദ്ധിമുട്ട് വന്നു, അപ്പോൾ അത് ഇന്ന ആൾ ചെയ്തതായിരിക്കും എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായി നമുക്ക് ചിലപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ സാഹചര്യ തെളിവുകളൊക്കെ വെക്കുമ്പോൾ അങ്ങനെ തന്നെ നമുക്ക് തോന്നും. പക്ഷെ നമുക്ക് ഉറപ്പില്ലല്ലോ, നമ്മുടെ മുന്നിൽ അതിനൊരു കൃത്യമായ എവിഡൻസ് ഇല്ല. ഞാനാണ് ചെയ്തതെന്ന് അയാൾ പറഞ്ഞിട്ടില്ല, അയാൾ ചെയ്തതാണെന്ന് വിശ്വസ്തമായ സാക്ഷികളെ നമ്മൾ കണ്ടിട്ടില്ല, നമുക്കതിനെന്തെങ്കിലും വീഡിയോ സംബന്ധമായ CCTV ദൃശ്യങ്ങളില്ല. അപ്പോൾ നമ്മുടെ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കാര്യത്തിൽ എത്തിച്ചേരുന്നത് പലപ്പോഴും ഇന്ന ബാദുള്ള നീസ്മാണല്ലോ, അത് പാപമാണ്. മാത്രമല്ല അത് അക്ദബുൽ ഹദീസ്, ഏറ്റവും വലിയ കളവാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. പലതും നമ്മുടെ മനസ്സിൽ തോന്നാം, പക്ഷെ ആ തോന്നലുകളെ സത്യസന്ധമായി എടുത്ത് നമ്മളതിൻ്റെ ആക്ഷൻ ഉണ്ടാവാൻ പാടില്ല. ഒരു പക്ഷേ ഒരു പഴയ കഥ മനസ്സിക്ക് വരുന്നുണ്ടായിരിക്കും അല്ലേ. പിന്നെ ഒരു വീട്ടിലിങ്ങനെ വന്നിരുന്ന ഒരു കീരി എന്ന് പറയുന്നൊരു ജന്തുവിനെ വളർത്തിയിരുന്നു എന്നല്ലേ. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ എന്താ വെച്ചാൽ കുട്ടിയുടെ തൊട്ടിലിന് താഴെ എന്ത് ചെയ്യുന്നുണ്ട്, ചോര കിടക്കുന്നുണ്ട്, രക്തം കിടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്തു, ആ കുട്ടിനെ എന്തെങ്കിലും ഇത് ഉപദ്രവിച്ചതായിരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനെന്ത് ചെയ്തു, തച്ച് കൊന്ന് ആക്ഷൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ എന്താ വെച്ചാൽ ആ കുട്ടിയെ ആക്രമിക്കാൻ വന്ന ഒരു കടിക്കാൻ പോകുന്നൊരു പാമ്പിനെ അത് കടിച്ചു കൊന്നതാണെന്നാണ്. അതുകൊണ്ടാണ് ചോര അവിടെ കണ്ടത്. ഇപ്പോൾ സ്വാഭാവികമായി എന്താണ്, നമ്മുടെ നിഗമനങ്ങൾക്ക് അവിടെ തെളിവുണ്ട്, രക്തമുണ്ട്. അപ്പോൾ നമുക്ക് വിചാരിക്കാൻ പക്ഷേ യാഥാർത്ഥ്യം എന്താണ്, ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യം കുട്ടിയെ ഉപദ്രവിക്കാനാണെന്ന് നമ്മൾ എന്ത് ചെയ്തു, ഊഹിക്കുന്നു, തീരുമാനമെടുക്കുന്നു. നമ്മുടെ ആക്ഷൻ പിന്നുള്ളൊരു ഖേദം എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്, അയാൾ എന്നെ പറ്റിച്ചതാവും, അയാൾ എന്നെ അങ്ങനെ ആയത്. ഇതൊക്കെ നമ്മളുടെ ചില ഊഹങ്ങളായിരിക്കും, അതിനൊന്നും നമുക്ക് വ്യക്തമായ തെളിവില്ല. അപ്പോൾ വ്യക്തമായ തെളിവുകളില്ലാതെ നമ്മുടെ ഒരു ഊഹത്തിൻ്റെയോ സാഹചര്യത്തിൻ്റെ തെളിവുകളുടെയോ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനത്തിലെത്തിച്ചേരുകയും എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ആക്ഷൻ ചിലപ്പോൾ നമ്മൾ അയാളോട് ചോദിക്കും, അയാളെ വിചാരണ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്താൽ ഒരു പക്ഷേ അത് വളരെ അബദ്ധമാകും, പമ്പിച്ച ഖേദത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന ഒരു കാര്യമുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സാഹചര്യ തെളിവുകളില്ല, പക്ഷേ നമുക്കൊരു വലിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട്, ആരാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മളതിലൊന്നും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നമ്മളൊരു സത്യത്തിനും നീതിക്കും നന്മക്കും വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ അള്ളാഹു ഉണ്ട്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അള്ളാഹുവിന് ചില സൈന്യങ്ങളുണ്ട്, അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. നമ്മൾ അങ്ങനെ വിശ്വസിക്കണം. അവരെ തടുക്കാനും അവരോട് പ്രതികാരം ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യും, അള്ളാഹുവിന് പറ്റും. അപ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് വിടുക. ആരാണോ നമ്മൾ ഉപദ്രവിച്ചത് അവർക്കതിൻ്റെ ഫലങ്ങൾ ഉണ്ടാവാൻ നമ്മളെന്ത് ചെയ്യുക, അത് അള്ളാഹു കൈകാര്യം ചെയ്യട്ടെ എന്ന് വെച്ചാൽ നമുക്ക് മനസമാധാനത്തോടെ ഇരിക്കാൻ നമുക്ക് പറ്റും. ഇന്നഹും യക്കീദൂന കൈതൻ വാക്കീതു കൈത. അവർ പല കുതന്ത്രങ്ങൾ ചെയ്യും, അള്ളാഹിൻ്റെ തന്ത്രങ്ങളല്ലേ വിജയിക്കാം. മറ്റുള്ളവരുടെ തന്ത്രങ്ങളെക്കാളും അള്ളാഹുവിൻ്റെ തന്ത്രങ്ങളാണ് വിജയിക്കുക. അപ്പോൾ നമ്മൾ വെറുതെ ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മളോട് ആരെങ്കിലും നിഗൂഢമായി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാൻ അതിനുള്ള ശിക്ഷ കൊടുക്കുകയും അവൻ അതിനുള്ള പ്രതിവിധി ചെയ്യുകയും ചെയ്തുകൊള്ളും. നമ്മുടെ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ തെളിവുകളില്ലാതെ ആരെമേലും നമ്മുടെ ആക്ഷൻ എടുക്കാനോ നമ്മൾ പ്രതികരിക്കാനോ അല്ലെങ്കിൽ പ്രതിക്രിയ ചെയ്യാനോ ഒന്നും നമ്മൾ മുതിരാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും, നമ്മളെ സഹായിക്കും എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.